ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരള കാന്താരി വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അഹല്യ ഹെറിറ്റേജ് വില്ലേജിൻ്റെ 4th പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്, മ്യൂസിയം. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ടെറക്കോട്ട മ്യൂസിയം കാണാനാണ്. ഫുള്ള് മരങ്ങളാണ് കേട്ടോ, ചുറ്റും നല്ല ക്ലൈമറ്റ്. അത്യാവശ്യം വലിയ ബിൽഡിങ്ങാണ്. ഇത് ഹനുമാൻ്റെ മൃതസഞ്ജീവിനിയാന്ന് തോന്നുന്നു. പിക്ചർ സ്റ്റാച്ചു ഉണ്ട്. ഉള്ളിലോട്ട് കയറാം. ഇത് ടെറക്കോട്ട മ്യൂസിയം എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ദാരു ശില്പങ്ങൾ വുഡിൽ ചെയ്തിട്ടുള്ള സ്കൾപ്ചറാണ് കേട്ടോ. അത് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാശി വെച്ചിട്ട്, തുലാം രാശിയാണിത്, ഓരോ രാശി വെച്ചിട്ടുള്ള സ്റ്റാച്ചു ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് വൃശ്ചികം, സ്കോർപ്പിയോ, അത് രാശി വെച്ചിട്ടുള്ള പിക്ചറാണ്. ലിയോ, ചിഹ്നം, രാശി. ലോങ് നടക്കാം, അപ്പം നന്നായിട്ട് കാണാം. കന്നി രാശിയിലുള്ള സ്റ്റാച്ചു. അതൊക്കെ മരത്തിലാണ് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ഭംഗിയായിട്ടാണ് ഡീറ്റെയിലിങ്സ് വന്നിരിക്കുന്നത്. ഈ സിംഹത്തിൻ്റെയൊക്കെ ഡീറ്റെയിലിങ്സ് നമുക്ക് മരമാണെന്ന് പറയുമോ? ഇനി അടുത്തത് എന്താ നോക്കാം. ഇത് യക്ഷഗാന ഉണ്ട്, അതിൻ്റെ സ്റ്റാച്ചു ആണ് കേട്ടോ. എഴുതിയിട്ടുണ്ട് യക്ഷഗാന. മാസ്ക് ക്ലേ ആണിത്. ക്ലേയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത് നോക്കാം. നമ്മൾ നേരത്തെ കണ്ട പോലെ ഇത് ധനുരാശിയിലാണ്. ഇത് ധനു ആണ്. ഇതെല്ലാം വുഡിലാണ് കേട്ടോ. മീനം, ഫിഷിൻ്റെ ഷേപ്പ് എന്തോ ആണ്. ഇത് മകരം. കുംഭം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ. ഇനി മുകളിൽ ഒന്ന് കയറി നോക്കാം, അവിടെ എന്തൊക്കെയാണെന്ന് കാണാം. ഇവിടെ സൈഡിലുണ്ട് കേട്ടോ, മുകളിൽ മാത്രമല്ല, ഇവിടെ സൈഡിലും കുറച്ചും കൂടി ഉണ്ട്. മേടം, കർക്കിടകത്തിൻ്റെ, പിന്നെ മിഥുനം, ഇടവം. ഇത്രയുമാണ് ഇവിടെ ഉള്ളത്. ഞാൻ നേരത്തെ ഈ സൈഡ് കണ്ടില്ലായിരുന്നു കേട്ടോ, അപ്പോൾ അതാണ് മുകളിൽ പോവാന്ന് പറഞ്ഞത്. വലിയൊരു എന്താ പറയുക, നന്നങ്ങാടി എന്നൊക്കെ പറയില്ലേ, ആ ഷേപ്പ് പോലെ ഉണ്ട്. മണ്ണിൽ ക്ലേയിലുള്ളൊരു പിക്ചറുണ്ട്. ഇത് പൊയ്ക്കാൽ കുതിരയാണ് കേട്ടോ. പൊയ്ക്കാൽ കുതിരയുടെ
സ്റ്റാച്ചു ആണിത്, ക്ലേയിലുള്ളതാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ എല്ലാം ക്ലേ ആണ്. ഓ, സരസ്വതി ക്ലേയിൽ കുറേ ഉണ്ട്. ഇവിടെ ക്ലേയിൽ കൂടുതലും സ്ത്രീ രൂപങ്ങളാണ് കണ്ടത്. ഇവിടെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു ലേഡിയുടെയും കുറേ സൈസിലുള്ള കുട്ടികളുടെ ക്ലേ മോഡലുകളാണ് കേട്ടോ ഇവിടെ കണ്ടത്. കുറേ ക്ലേ ശില്പങ്ങൾ ഇവിടെ ഉണ്ട്. നാറാണത്ത് ഭ്രാന്തൻ്റെ സ്റ്റാച്ചു ആണ്. തിരുവള്ളു പറയുന്ന സ്റ്റാച്ചു ആണിത്. കുറേ വെറൈറ്റി പല മോഡൽ സ്റ്റാച്യൂസ് ഇവിടെ ഉണ്ട് കേട്ടോ. സ്കൾപ്ചർ ഒക്കെ ചെവിയുടെ ഓരോ ഭാഗങ്ങൾ. നമുക്ക് നല്ല ഭംഗിയുണ്ട്. ഓ, എന്ത് ഭംഗിയാ! എന്ത് റോയൽ ഫാമിലിയോ? ഹോഴ്സസ്, സ്നേക്ക്. എന്ത് ഭംഗിയാ! നല്ല ഭംഗിയുണ്ട്. എലിഫൻറ്റ്. ഇതെല്ലാം വാൾ ഹാങ്ങിങ് പ്രൊഡക്ട്സുകളാണ്. സിംഹം. നല്ല ഭംഗിയുള്ള വിളക്കാൻ തോന്നിയത് അല്ലേ? ഓ, നല്ല ഭംഗിയുണ്ട്. മ്യൂസീഷ്യൻസാണ്. ആഹാ, നല്ല ഭംഗിയുണ്ട് വിളക്ക് കാണാനായിട്ട്.
അടുപ്പ് വിളക്കുകൾ. ഇതൊക്കെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വരുമ്പോൾ നല്ല വലിയ ഹൈറ്റ് ഉണ്ട്. കാണുമ്പോൾ വീഡിയോയിൽ ഫുള്ളായിട്ട് കിട്ടണമെങ്കിൽ ലോങ് നടക്കണം. ചെറിയ ചെറിയ വർക്കുകളാണ് ഇതെല്ലാം. അപ്പോൾ ക്ലേ മ്യൂസിയം കഴിഞ്ഞിട്ട് നമ്മൾ ബസ് പാർക്കിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതറിൻ്റെ അങ്ങനെ ഓരോ ആൾക്കാരുടെയും ഫേസ് സ്കൾപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കൂ, മുളയുടെ ഒരു കാടാണ് കേട്ടോ. മുളയുടെ ഒരു കാട് തന്നെ ഇവിടെ ഉണ്ട്. ആദ്യം ഇതൊന്ന് കണ്ടിട്ട് നമുക്ക് അവിടേക്ക് പോവാം. ശ്രീനാരായണ ഗുരു, സരോജിനി നായിഡു, ONV കുറുപ്പ്, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഫേസ്, അവർ ജനിച്ച വർഷം മരിച്ച വർഷം അതൊക്കെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ട് സ്കൾപ്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അയ്യങ്കാളി, എബ്രഹാം ലിങ്കൺ, വില്യം ഷേക്സ്പിയർ, കുമാരനാശാൻ, OV വിജയ്. നമ്മളതൊക്കെ കണ്ടിട്ട് ഇനി നേരത്തെ കണ്ട ആ മുളയുടെ കാടിൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. നല്ല ഭംഗിയുണ്ട്. എന്തെങ്കിലും നേരത്തെ ഒരു മുയലിനെ പോലെ എന്തോ ഒന്ന് ചാടി പോകുന്നുണ്ടായിരുന്നു. എന്താന്ന് കണ്ടില്ല. എൻ്റെ അമ്മേ, ഫുള്ള് കാട്. മുകളിലേക്കൊക്കെ നോക്ക്, ഇങ്ങനെ പന്തൽ പോലെയാണ് നിൽക്കുന്നത്. ഇത് കുറേ ഇരയുണ്ട് ഇങ്ങനെ. എല്ലാം മുകളിൽ നിന്നുള്ള വ്യൂവും കൂടെ കാണണം കേട്ടോ. ഇവിടെ തന്നെ താമസിക്കാൻ തോന്നും കണ്ടു കഴിഞ്ഞാൽ. അത്ര നല്ല സ്ഥലം. നമ്മൾ കൂത്തമ്പലം വീഡിയോ ചെയ്യുമ്പോൾ ഈ മുളയുടെ കാട് നമ്മൾ കുറച്ചൊന്ന് ഭാഗം കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാമെന്ന്. അപ്പോൾ ആ ഭാഗമാണ് കേട്ടോ ഇത്. ഇത് കുറേ ഏരിയ ഉണ്ട്. മാക്സിമം ഒന്ന് കണ്ടിട്ട് വരാം. പറ്റാവുന്ന അത്ര നമുക്കൊന്ന് പോയിട്ട് വരാം. നമ്മൾ നേരത്തെ കണ്ടില്ലേ കൂത്തമ്പലത്തിൽ നിന്ന് അങ്ങനെ ഒരു പില്ലേഴ്സ് വെച്ചിട്ടുള്ളൊരു ഏരിയ ഉണ്ടായിരുന്നില്ലേ, അവിടെ നിന്ന് നമ്മൾ നോക്കിയ സ്ഥലമാണ് കേട്ടോ. അവിടേക്ക് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഫുള്ള് റൗണ്ടായിട്ട് ഫുള്ളായിട്ട് ഈ മുളങ്കാട് തന്നെയാണെന്ന് തോന്നുന്നു. ഓക്കേ, നമ്മൾ ഇത്രയും കവർ ചെയ്തു. ഇനി നമുക്ക് തിരിച്ചു പോവാം കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇപ്പം
ഇത്രയും നന്നായിട്ട് കാണാൻ പറ്റുമെന്ന് ഞാനും കരുതിയില്ല. വ്യൂ തന്നെ കാണണം നമുക്ക് എല്ലാം. മുകളിലേക്കൊക്കെ കാണുമ്പോഴേ നല്ല ഭംഗിയാണ്. ഇത് ശരിക്കും ഷോക്കിംഗ് ആണ്. ഞാനും വിചാരിച്ചില്ല ഇത്രയധികം നേരം ഇത്രയും സ്ഥലത്ത് കറങ്ങിയിട്ടും ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് കണ്ടില്ല. അപ്പം ഇതാണ് കേട്ടോ നമ്മൾ കണ്ട സ്ഥലം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സ്റ്റാച്യൂസ് ഫേസസ് ഒക്കെ സ്കൾപ്ചർ ചെയ്തിട്ടുള്ള സ്ഥലമാണ്. ഇനി നമുക്കിവിടെ നിന്ന് പോവാം. ഇവരിവിടെ എമ്മൂനെയും കൂടെ വളർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കുറച്ച് എമ്മൂനെ കണ്ടു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്തു. ഇത് എമ്മു ഇങ്ങോട്ട് വരുന്നുണ്ട്. ഹായ് ഹായ്. അയ്യോ ഹലോ. കള്ളാൽ അടുത്ത് വന്നല്ലോ നീയേ. ഹായ്. അടുത്ത ആള് വന്നു. ഹായ്. അയ്യോ അത് ഓടുന്നു. അയ്യോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.